ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾക്കടിത്തറയിട്ട ആചാര്യ ചാണക്യൻ ഒരു മഹത്തായ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഭാഗ്യം എന്നത് ആകാശത്തു നിന്ന് വീഴുന്ന ഒന്നല്ല, മറിച്ച് അതൊരാളുടെ സ്വഭാവത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും അനിവാര്യമായ പരിണിതഫലമാണ്. നമ്മളിൽ പലരും വിചാരിക്കാറുണ്ട്, ഐശ്വര്യം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാന്ത്രിക മാറ്റമാണ് എന്ന്. എന്നാൽ സത്യത്തിൽ ഐശ്വര്യം ഒരാളുടെ ജീവിതത്തിലേക്ക് പടികടന്നു വരുന്നതിനു മുൻപായി അയാളുടെ അന്തരീക്ഷത്തിലും പെരുമാറ്റത്തിലും ചിന്താഗതിയിലും അതീവ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആധുനിക മനഃശാസ്ത്രം ഇതിനെ അബൻഡൻസ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നു. ഐശ്വര്യം പടികടന്നു വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ പ്രകൃതി നൽകുന്ന 9 സൂചനകൾ എന്തൊക്കെയാണ്? ഈ എപ്പിസോഡിൽ നമ്മൾ ആചാര്യ ചാണക്യന്റെ നയതന്ത്ര ബുദ്ധിയെയും ആധുനിക മനഃശാസ്ത്രത്തെയും കോർത്തിണക്കി മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ പരിവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ബോധ്യങ്ങളായിരിക്കും. നിശബ്ദമായി ശ്രദ്ധയോടെ ഈ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതവുമായി ഒത്തുനോക്കുക. ഐശ്വര്യത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ആന്തരികമായ ശാന്തതയാണ് എന്ന് ചാണക്യൻ പറയുന്നു. തൻ്റെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും ജയിക്കാത്ത ഒരു രാജാവിന് ഒരിക്കലും ശത്രുക്കളെ ജയിക്കുവാനാവുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മുൻപ് നിങ്ങളെ പ്രകോപിപ്പിച്ചിരുന്ന പല നിസ്സാര കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളെ ഒട്ടും ബാധിക്കുന്നില്ല. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാലോ അനാവശ്യമായി വിമർശിച്ചാലോ നിങ്ങൾ അവിടെ ബഹളം വയ്ക്കുന്നില്ല. പകരം ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. മനഃശാസ്ത്രപരമായി ഈ മാറ്റത്തെ ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് വിളിക്കുന്നത്. വലിയ തുകകൾ കൈകാര്യം ചെയ്യാനും വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും ഒരാൾ പ്രാപ്തനാകുന്നത് അയാളുടെ മനസ്സ് ഒരു മഹാസമുദ്രം പോലെ ശാന്തമാകുമ്പോഴാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചതും ഈ അചഞ്ചലമായ ശാന്തതയിലേക്കാണ്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് തണുത്ത മസ്തിഷ്കത്തോടെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുക, വലിയൊരു സാമ്രാജ്യം ഭരിക്കാൻ പ്രകൃതി നിങ്ങളെ സജ്ജമാക്കി കഴിഞ്ഞു. ഐശ്വര്യം എപ്പോഴും ശാന്തമായ ഇടങ്ങളിലേക്ക് മാത്രമേ ഒഴുകിയെത്തുകയുള്ളൂ. രണ്ടാമത്തെ ലക്ഷണം നിങ്ങൾ സമയത്തെ കാണുന്ന രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റമാണ്. കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ആകുലപ്പെടരുത്, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഭയപ്പെടരുത്. വർത്തമാന നിമിഷത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. സാധാരണക്കാർ സമയം കൊന്നു തീർക്കുമ്പോൾ ഐശ്വര്യം വരാൻ പോകുന്നവർ സമയം നിക്ഷേപിക്കുന്നു. നിങ്ങൾ അനാവശ്യമായ ഗോസിപ്പുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ വ്യർത്ഥമായ സ്ക്രോളിങ്ങിൽ നിന്നും ബോധപൂർവം അകന്നു നിൽക്കാൻ തുടങ്ങുന്നുണ്ടോ? ഉറക്കവും അലസതയും വെടിഞ്ഞ് ഓരോ നിമിഷവും സ്വയം മെച്ചപ്പെടുത്താനായി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിൽ ഐശ്വര്യം നിങ്ങളുടെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ലോകസമ്പന്നനായ വാറൻ ബഫറ്റിനെ പോലെയുള്ളവർ പറയുന്നത് പണമല്ല സമയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂലധനമെന്നാണ്. സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്ന ബോധ്യം നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷം മുതൽ ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാൻ തുടങ്ങും. നിമിഷങ്ങളെ ബഹുമാനിക്കുന്നവനെ മാത്രമേ പ്രപഞ്ചം ബഹുമാനിക്കുകയുള്ളൂ. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതിന് മുൻപായി നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ ഒരു വലിയ ശുദ്ധീകരണം തന്നെ പ്രകൃതി നടത്തും. ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് ദുഷ്ടനായ സുഹൃത്ത് എന്ന്. നിങ്ങളുടെ വളർച്ചയെ തടയുന്ന, എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്ന, നെഗറ്റീവ് ഊർജം പരത്തുന്ന ആളുകൾ തനിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതിനെ മനഃശാസ്ത്രത്തിൽ സോഷ്യൽ ഡിറ്റോക്സ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 പേരുടെ ചിന്താഗതികളുടെ ആകെത്തുകയാണ് നിങ്ങൾ. നിങ്ങളുടെ ചുറ്റും ലക്ഷ്യബോധമുള്ളവരും അറിവുള്ളവരും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരും മാത്രം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ നിലവാരം ഉടൻ തന്നെ ഉയരുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത്. നാലാമത്തെ ലക്ഷണം അറിവിനോടുള്ള നിങ്ങളുടെ അടങ്ങാത്ത ദാഹമാണ്.
വിദ്യയാണ് ഏറ്റവും വലിയ നിധി എന്ന് ചാണക്യൻ ആവർത്തിച്ചു പറയുന്നു. ഐശ്വര്യം വരാൻ പോകുന്ന ഒരാൾ അനാവശ്യമായി സംസാരിക്കുന്നത് നിർത്തി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ തുടങ്ങും. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളതുപോലെ, സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ആവർത്തിക്കുന്നുള്ളൂ. എന്നാൽ കേൾക്കുമ്പോൾ നിങ്ങൾ പുതിയത് പഠിക്കുകയാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ബിസിനസ് തന്ത്രങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും ആവേശം കാണിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സമ്പന്നനാകാൻ പോകുന്നു. ലോകത്തിലെ ഓരോ ശതകോടീശ്വരന്റെയും വിജയത്തിന് പിന്നിൽ ഈ ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട്. പുതിയ അറിവുകൾ നേടുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് മൂർച്ച കൂടുന്നു. ആ മൂർച്ചയുള്ള ചിന്തകളാണ് അവസരങ്ങളെ കൃത്യമായി കണ്ടെത്താനും അവ ഉപയോഗപ്പെടുത്താനും നിങ്ങളെ പ്രാപ്തനാക്കുന്നത്. അറിവ് വർദ്ധിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതിന്റെ ആധാരശിലയാണ്. പരാജയത്തോടുള്ള ഭയം ഇല്ലാതാക്കുക എന്നതാണ് 5ാമത്തെ ലക്ഷണം. ചാണക്യന്റെ ജീവിതം തന്നെ ഇതിന് വലിയ ഉദാഹരണമാണ്. നന്ദരാജവംശത്താൽ അപമാനിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നിരുന്നില്ല. പകരം ആ അപമാനത്തെയും പരാജയത്തെയും തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റി. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിനു പകരം ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ വിജയം അനിവാര്യമായി തീരും. ഐശ്വര്യം വരാൻ പോകുന്നവർ പരാജയങ്ങളെ ഒരു ഫീഡ്ബാക്കായി മാത്രമേ കാണുകയുള്ളൂ. തോമസ് ആൽവ എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടപ്പോഴും അതിനെ പരാജയമായല്ല, മറിച്ച് വിജയിക്കാത്ത 10,000 വഴികൾ കണ്ടെത്തിയതായാണ് കരുതിയത്. ഈ വിപ്ലവകരമായ ചിന്താഗതി നിങ്ങളിൽ വളരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വലിയൊരു വിജയത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. വീഴ്ചകളിൽ നിന്ന് കരുത്താർജിച്ച് എഴുന്നേൽക്കുന്നവനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയുകയില്ല. 6ാമത്തെ ലക്ഷണം, സമ്പത്ത് പടികടന്നു വരുന്നതിനു മുൻപായി പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവത്തിൽ ഒരു കാതലായ മാറ്റം വരും. ചാണക്യൻ പറയുന്നു, സമ്പാദിച്ച പണം സംരക്ഷിക്കാത്തവൻ ദരിദ്രനായി തീരുമെന്ന്. അനാവശ്യമായി ആഡംബരങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള താല്പര്യം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. പകരം പണം എങ്ങനെ വളർത്താം എന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ. നിക്ഷേപങ്ങളെക്കുറിച്ചും ആസ്തികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു തുടങ്ങും. സാമ്പത്തിക സാക്ഷരത സ്വന്തമാക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ വലിയൊരു തുക കൈകാര്യം ചെയ്യാനുള്ള പക്വതയിലേക്ക് നിങ്ങൾ എത്തിയെന്ന് പ്രപഞ്ചം തിരിച്ചറിയുന്നു. പണത്തെ ബഹുമാനിക്കുന്നവനെ മാത്രമേ പണം തേടി വരികയുള്ളൂ. പണം ഒരു ഉപകരണമാണെന്നും അത് എങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും നിങ്ങൾ പഠിക്കുമ്പോൾ ഐശ്വര്യം നിങ്ങളെ വരിക്കാൻ തയ്യാറെടുക്കുകയാണ്. 7ാമത്തെ ലക്ഷണം നിങ്ങളുടെ ഏകാഗ്രതയാണ്. ഒരു ലെൻസ് സൂര്യപ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ തീ കത്തുന്നു. അതുപോലെ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകാതെ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ വലിയൊരു സൂചനയാണ്. പല കാര്യങ്ങളിൽ ഒരേ സമയം തലയിടാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഒരാശയത്തെ തിരഞ്ഞെടുക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സ്വപ്നം കാണുക. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചതും ഇതേ ഏകാഗ്രതയിലേക്കാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിനു മുന്നിൽ ഉറക്കവും വിശപ്പും പോലും മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ വിജയം നിങ്ങളുടെ പടിക്കൽ എത്തിക്കഴിഞ്ഞു. ഏകാഗ്രതയുള്ള മനസ്സ് ഒരു വജ്രായുധം പോലെയാണ്. അത് ഏത് തടസ്സത്തെയും തകർത്തെറിയും. 8ാമത്തെ ലക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളോ വിധിയോ മറ്റുള്ളവരോ ആണ് എന്ന് പരാതി പറയുന്നത് നിങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കും. സ്വന്തം ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനെ മനഃശാസ്ത്രപരമായി എക്സ്ട്രീം ഓണർഷിപ്പ് എന്ന് വിളിക്കുന്നു. ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് സ്വന്തം കർമ്മത്തിലാണ്. മനുഷ്യൻ സ്വന്തം ഭാഗ്യത്തിന്റെ ശില്പിയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പരാതികൾ അവസാനിക്കുകയും പരിശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നിടത്ത് ഐശ്വര്യം വസിച്ചു തുടങ്ങും. നിങ്ങൾ ഒരു ഇരയാണ് എന്ന അവസ്ഥയിൽ നിന്ന് ഒരു സ്രഷ്ടാവെന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും. സ്വന്തം ചുമലിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രമേ വിജയത്തിന്റെ ഭാരം താങ്ങാൻ കഴിയുകയുള്ളൂ. 9ാമത്തെ ലക്ഷണം നിങ്ങളുടെ ഉൾവിളിയും ദീർഘവീക്ഷണവുമാണ്.
വരാനിരിക്കുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ചാണക്യൻ എപ്പോഴും ദീർഘവീക്ഷണത്തോടെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ ഇന്നത്തെ ചെറിയ ലാഭത്തിനു വേണ്ടിയല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വിജയത്തിനു വേണ്ടിയാകുമ്പോൾ ഐശ്വര്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. മനസ്സ് ശാന്തമാകുമ്പോൾ ലഭിക്കുന്ന ഈ ഉൾക്കാഴ്ച നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയമില്ലാതെ വലിയ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വലിയൊരു സമൃദ്ധിയിലേക്കുള്ള പടികളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ആത്മവിശ്വാസം വരുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിന്നും അറിവിൽ നിന്നുമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 9 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നൽകുന്ന വലിയൊരു ആനുകൂല്യമാണ്. പക്ഷെ ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ലക്ഷണങ്ങൾ മാത്രം പോരാ, കർമ്മം കൂടി വേണം. വിത്തുണ്ടായതുകൊണ്ട് മാത്രം ഫലമുണ്ടാവുകയില്ല, അത് നട്ടു നനയ്ക്കണം. ഈ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ വിവേകത്തോടെയും കഠിനാധ്വാനത്തോടെയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ഐശ്വര്യം എന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി വന്നു ചേരുന്ന ഒരു കിരീടമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് ഉപകാരപ്രദമായി തീർന്നുവെന്ന് കരുതട്ടെ. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.